മോള് അമ്മക്കുട്ടിയാണോ അച്ഛൻകുട്ടിയാണോ? അച്ഛൻകുട്ടിയാണ്. അവൾ എങ്ങനെയാണ്? കുറച്ച് ചേച്ചിയുടെ പോലെ കുറച്ചുകൂടെ? അല്ല, അവളും ശ്രീനെ പോലെ റിസർവ്ഡ് ആണ്. പക്ഷെ എൻ്റെ അടുത്ത് നമ്മളല്ലേ എന്നെ സംബന്ധിച്ച് ദേ ബോത്ത് ആർ വെരി വെരി ഫ്രണ്ട്ലി ആൻഡ് വെരി ടോക്കറ്റീവ് എൻ്റെ അടുത്ത്. പക്ഷെ ചിലപ്പോൾ പുറം ലോകത്തിന് വേണ്ടി ചിലപ്പോൾ അവർ റിസർവ്ഡ് ആവും. പക്ഷെ അവർ കുറച്ചും കൂടി ഷൈ ആണ്. അത്ര ആൾക്കാർ അങ്ങനെ ഫ്രണ്ട്ലി ആൾക്കാരല്ല. അതെ. മോളുടെ കാര്യം പറഞ്ഞപ്പോൾ 2013 നിങ്ങൾ കൈരളിക്ക് വേണ്ടിയിട്ട് ഒരു ഷൂട്ട് ചെയ്ത് ഓണം തന്നെ. അപ്പൊ അവള് ഞാൻ കാണുന്നു ആ വീഡിയോ നോക്കുമ്പോഴത്തേക്ക് വളരെ കുഞ്ഞു ചേച്ചി ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് അവളുടെ സ്റ്റിൽ ഫേവറേറ്റ് സോങ്? ഇല്ല, ഇപ്പൊ പാട്ട് പാടുമ്പോ അവള് ഒറ്റ ഓട്ട. അത് അങ്ങനെയാണല്ലോ. ബിക്കോസ് അവളെ സംബന്ധിച്ച് ഇറ്റ്സ് ലൈക്ക് യുനോ സോ ഷീസ് മോർ ഒരു എൻ്റെ മോളാണെങ്കിലും നമ്മൾ അവളെ വളർത്തിയത് ഒരു മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന നിലയിലാണ്. അവളിപ്പോൾ 13 ആയിട്ടില്ലെങ്കിലും പ്രീ ടീൻ്റെ എല്ലാ സ്വഭാവങ്ങളുണ്ട്. ആൻഡ് യെറ്റ് ഐ തിങ്ക് ഷീസ് ലൈക്ക് എ ഫ്രണ്ട്, മോർ ഓഫ് എ ഫ്രണ്ട്. യാ. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒരു അമ്മ എന്ന് പറയുന്ന ആ ഒരു ടെൻഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ ടീനേജേഴ്സിലോട്ട് പോകുന്ന സമയങ്ങളിൽ? എനിക്ക് ഹൈപ്പർ മദർ, നല്ല സ്ട്രിക്റ്റും ഹൈപ്പർ മദറാണ് ഞാൻ തന്നെയാണ്. ബിക്കോസ് ശ്രീനെ ഒരു കാര്യം വഷളാക്കാണ് മോളെ. എല്ലാത്തിനും അപ്പൊ അച്ഛനെ സോപ്പിട്ടായിരിക്കും പെർമിഷൻ എടുക്കുന്നത്. അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയാണ്. ഒരാളെങ്കിലും സ്ട്രിക്റ്റ് ആവണ്ടേ? ഒരാൾ ഗുഡ് കോപ്പ്, ഒരാൾ ബാഡ് കോപ്പ്. അപ്പൊ ഞാൻ ബാഡ് കോപ്പാണ്. അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഐ ആം അക്സെപ്റ്റിംഗ്. ബിക്കോസ് അങ്ങനെ എന്താ പറയുക, യു നോ ദർ ഇസ് എൻ ഏജ്. ഒരു ഏജ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ ഹാവ് ടു ബി എ ന്യൂട്രൽ കോപ്പ്. അന്ന് ന്യൂട്രൽ ആവാം. ഇന്ന് ഐ ഹാവ് ടു ബി കുറച്ച് സ്ട്രിക്റ്റ് ആവണം. യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ആയോ? ഇല്ല, ഞാൻ എല്ലാ തവണ കാണുമ്പോഴും യൂട്യൂബ് എനിക്ക് യൂട്യൂബ് ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ ആരോ പറഞ്ഞു, എനിക്ക് ഇന്ന് വരെ ഒന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോ എന്റെ 2 million ഉണ്ടാവും, ചിലപ്പോ 1.9 ആവും. എനിക്കൊന്നും അറിയില്ല ഇത് എന്താ നടക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചി ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്കിപ്പോ സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നന്നായിട്ട് ഹെൽത്തി സദ്യ ഫാമിലിന്റെ കൂടെ ആസ്വദിച്ച് നല്ല എന്താ പറയാ ഹെൽത്തി ആയിട്ട് കുറച്ച് ഓക്കെ കുറച്ച് ഓണം നെയ്യൊക്കെ ഒഴിച്ച്. നെയ്യ് നന്നായി ഒഴിക്കാം. നെയ്യ് നല്ലതാ. അതെ, ഗുഡ് ഫാറ്റ് എന്നല്ലേ പറയുന്നത്? എനിക്ക് അതറിയില്ല. നെയ്യ് നന്നായി കഴിക്കണം. നെയ്യും വെളിച്ചെണ്ണയെല്ലാം കഴിക്കണം. നമ്മൾ മലയാളികളാ. ഐ സേ നോ. ജോയ്. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.